एवरीवन, मैं हूँ श्वेता। हेलो एवरीवन, मैं हूँ वर्षा और आप सबका स्वागत है हमारी चैनल में। तो अब है क्लाइमेक्स पार्ट ऑफ दृश्यम। तो आइए देखते हैं। ओ आ गए, सबको लेके जा रहे हैं पुलिस स्टेशन। अरे रे रे रे, എന്തിനാണെന്ന് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. എനിക്ക് രാജേഷിനെ കൊണ്ട് ഒരു സഹായം വേണം. ഇനി ഞങ്ങളെ പോലീസുകാർ കൊണ്ടുപോയാൽ രാജേഷ് ഞാൻ പറയുന്ന ചില ആൾക്കാരെ ഒന്ന് വിളിക്കണം. ഹലോ, ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ഏഷ്യൻ ന്യൂസ്. എനിക്കറിയില്ല സാർ, പറഞ്ഞല്ലോ ഞങ്ങളന്ന് അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ പോലീസുകാരൊക്കെ മണ്ടന്മാരാണെന്നോ? തെളിവുണ്ടാക്കാൻ താൻ നടത്തിയ യാത്രയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ മകനെന്തിനാ നിന്നെ കാണാൻ വന്നത്? എന്താ നീയും അവനും തമ്മിലുള്ള ബന്ധം? ക്യാമ്പിന് ശേഷം ഞാൻ വരുണിനെ കണ്ടിട്ടില്ല സർ. കുട്ടീനെ നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന്റെ രീതി മാറും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ. സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് സർ, ഞങ്ങൾക്കറിയില്ല. अरे रे 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 रे, बट उन लोग अभी जबरदस्ती बुलवा रहे हैं ना, क्योंकि अभी इन लोग के पास कुछ है ही नहीं, प्रूफ ही मारेंगे तभी ये लोग सच बोल देंगे। ओ यार, ये तो बहुत बुरा लग रहा है ना। कितना मारा। എന്റെ മകൻ എവിടെ? ഞങ്ങൾക്കറിയില്ല സർ. अरे रे 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 रे, अरे लड़की वो छोटी डर गई है छोटी। ഇതാ വരുണിന്റെ ഫ്രണ്ട് അലക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവരോടൊന്ന് നിർത്താൻ പറ. മതി, നിർത്ത. വാ. Come with me. ये देखो कैसा हंस रहा है। ഇവൻ എന്റെ ജോർജ് കുട്ടി, നിനക്ക് ആ പയ്യനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? അറിയില്ല സാറേ. എന്താ മോളെ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് തെല്ലോടുന്നത്? ഈ പെൺകുട്ടി അറിയാമോ? എനിക്കറിയില്ല ആന്റി. അലക്സ്, നീയും വരുണും ക്യാമ്പിൽ ഒരുമിച്ചായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 26 ദിവസമായിട്ട് വരുൺ മിസ്സിംഗ് ആണ്. വരുണിന്റെ മിസ്സിംഗുമായി ഈ പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അങ്കിൾ.
അരുൺ മിസ്സിംഗ് ആയ ദിവസം അവന്റെ മൊബൈലിലേക്ക് വന്ന ലാസ്റ്റ് കോൾ നിന്റെയാണെന്ന് നിനക്കറിയാം. കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് ചോദിച്ചപ്പോ अच्छा लास्ट कॉल उनको किया होगा ആ കള്ള ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രീതി മാറും. ആന്റി സത്യമായിട്ട് ഞാനെന്നാലും വിളിച്ചപ്പോൾ അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അത് നിനക്കറിയാം. अरे ഞാൻ പറയാം. അവൻ പറയും പറയും. എടാ എന്റെ ഫോണിലോട്ടൊന്ന് സെൻഡ് ചെയ്തേ. സോറി, ഇത് ഞാൻ തരില്ലടിയാ. बाथरूम में वो मोबाइल हाँ വെരി സോറി. कैमरा ऑन करके छुपा के അതുകൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. മേഡം പുറത്ത് മേഡത്തിനെ ഒന്ന് കാണണമെന്ന്. ഒരു കാര്യം എനിക്ക് പറയണ്ട. ഒരു കുഞ്ഞു പുലി കോമ്പാണ് കയറാൻ പാടില്ല. കൂടുതൽ ഫോഴ്സിനെ വേണ്ടി വിളിച്ചു വരുത്തിക്കോളൂ. യെസ് മേഡം. ഗീത, കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ. It's time to end this. अभी बंद कर देंगे क्यों? उसका बेटे को ही था ना. എല്ലാവരും പുറത്തേക്ക് പോ. സരവൻ അവിടെ നിൽക്കൂ. നിന്റെ വീഡിയോയുടെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മകൻ എവിടെ? ഞങ്ങൾക്ക് അറിയില്ല സാർ, സത്യമായിട്ടും. സരവൻ, യെസ് മാഡം. എനിക്ക് നിന്റെ സത്യം അറിയണം. ओ अरे रे 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 रे. ഗീത, लेडीज पे कैसे हाथ उठा सकता है बट देखा जाए तो ये अलाउड नहीं है ना ऐसा सीन्स. लेडीज पे हाथ उठाना अलाउ ही नहीं है छोटी बच्ची है, उसको ना मारे. कितनी वो डर गई है मैं उन पे ध्यान नहीं देखो ये गया ഇനി ഞാൻ അവരെ തല്ലിയ അവർ ചത്തുപോകും. അത് വേണ്ടെങ്കിൽ നിനക്കറിയാവുന്ന അത് വേണോ? സരവ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? അതൊന്ന് പറ. പറവച്ചേ, ഈ ഫോട്ടോയിൽ കാണുന്ന ചേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? എനിക്കറിയില്ല. എനിക്ക് അച്ഛനെ വരെ കാണണം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കൊന്നാളെ ഞാൻ. मार देंगे ये सब അച്ഛാ, നമുക്കെല്ലാം തുറന്നു പറയാം. അവൻ അനുമോളെ ഉപദ്രവിക്കും. അയാളൊരു ദുഷ്ടല്ല. എനിക്ക് പേടിയാവുക. ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. മുഴുവൻ കൊണ്ടത്. നിങ്ങളാരും ജയിലിൽ പോകില്ല, അതെന്റെ വാക്കാ. ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവൻ അനുമോളെ
ചെയ്യില്ല. അതോർത്ത് പേടിക്കണ്ട, അവൾ പിടിച്ചു തന്നോളൂ. എനിക്കറിയില്ല അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ കാണണം. നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കണം. ആ കുഞ്ഞിനെങ്കിലും വെറുതെ വിട്. ഇയാൾ എന്തുമാത്രമാണ് അവരെ ഉപദ്രവിച്ചത്? എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? बोलते हैं छोड़ दो. അവർ നിരപരാധികളാണെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോൾ ഇയാൾക്ക് തെറ്റിയതായിരിക്കും. നീ പറയില്ലേ? ഞാൻ പറയാം. അച്ഛാ, ആ പയ്യനെ കുടിച്ചിട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. നിന്റെ കുടുംബം അടിച്ചു പോയി കിടക്കാം. यही है। अरे यार उन लोग को बॉडी मिल जाएगा फिर। ആ നിൽക്കുന്ന ജോർജ് കുട്ടി ഞങ്ങളുടെ മകനാ. അച്ഛനാണല്ലോ അമ്മയാണല്ലോ ഇപ്പൊ ആരെയും പ്രതികളെ അടുത്തോട്ട് വിടത്തില്ല. എന്താ പ്രതികളാണ് അവര്? അറിയാനൊന്നുമില്ല. സഹദേവൻ പോലീസുകാരെ കലിപ്പ് തീർക്കണം. മരുമകനുമാണ്. കഴിഞ്ഞ ദിവസം അവരെ പോലീസ് കൊണ്ട് ആവശ്യത്തിന് ചോദ്യം ചെയ്തതാ. എന്തിനു വേണ്ടി? ഏതോ ഐജിയുടെ മകനെ കാണാനില്ലെന്ന് പറഞ്ഞാ ചോദ്യം ചെയ്തത്. നിങ്ങളാരാ? ഇതെന്റെ മകനാ. ഇതൊരു കള്ള കേസാണ് സാറുമാരെ. ഈ ജോർജ് കുട്ടിയും കുടുംബത്തൊക്കെ ഈ നാട്ടിൽ നമുക്കൊക്കെ നല്ലതാണ്. അന്തസ്സോടെ മാങ്ങയെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ അവരെ കള്ളക്കടി പെടുത്തിയിരിക്കുക. ആ SI അടുത്ത് നിൽക്കണേ നമുക്ക് സഹദേവൻ. स्मेल आ रहा है. अरे रे ഞാൻ പേടിച്ചു പറഞ്ഞു പോയത് അച്ഛാ. അയാൾ മോളെ തന്നെയാ. ഞാൻ പേടിച്ചു പോയി. സാരില്ല മോളെ, സാരില്ല. മോള് ചെയ്താ ശരി. बाबा क्या हो गया? कैसे देख रहे हैं? अरे कुत्ते का है। ओ शिट, मतलब इससे बॉडी चेंज कर दिया। അച്ഛാ, ഞാൻ ചെയ്ത് കണ്ടോ? എന്റെ കുഞ്ഞിനെ ആ സഹദേവൻ എന്ന പോലീസുകാർ തല്ലി. ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ കുടുംബത്തെ ഇവര് തല്ലി ചതക്കുക. ആ സഹദേവൻ. ഏയ് പോലീസുകാരെ, ഈ തൊട്ടുമാരാ. അതുപോലെ നീയാണ്. अरे 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 എന്റെ കുഞ്ഞിനെ തല്ലേ. വേറെ വെച്ച് ഇനി ഞാൻ തല്ലും. എന്ത് ചെയ്യും? ओ इससे बॉडी चेंज कर दिया भाई, पर गया किधर बॉडी? ഇനി ആരും മോളെ ഒന്നും ചെയ്യത്തില്ല, പറഞ്ഞോ? മോള് പറഞ്ഞോ? अभी सब भाग गए पुलिस वाले. പ്രഭാകരന്റെ മകൻ വരുൺ പ്രഭാകരന്റെ തിരോധാനത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയുന്നു.
चलो ये सस्पेंड हो गया। ഐ ജി ഗീതാ പ്രഭാകറിനോട് ലീവിൽ പോകാൻ DGP ആവശ്യപ്പെടുകയും ചെയ്തു. പൊതു താൽപര്യ ഹർജി പ്രകാരം ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ചോദ്യം ജോർജ് കുട്ടി ജോർജ് കുട്ടി ഐ ജി ഗീതാ പ്രഭാകർ രാജിവെച്ചു. ജോർജ് കുട്ടി ഒന്ന് ആലോചിച്ചാൽ അവരുടെ കാര്യം കഷ്ടമല്ലേ? हम्म അവരെന്ത് തെറ്റ് ചെയ്തു? എത്ര വലിയ ഐ ജി ആണെന്ന് പറഞ്ഞാലും അതിനെല്ലാം അപ്പുറം അവരൊരമ്മയല്ലേ? സത്യത്തിൽ നമ്മളല്ലേ അവരെ ദ്രോഹിച്ചത്? നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് നിന്റെ മനസ്സിന്റെ നന്മ. നീ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ആ പയ്യൻ മൂലം നമ്മുടെ മകൾക്കാണ് ഇങ്ങനൊരു ദുരന്തം आते ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. वो भी बोल रही है कि एज ए मॉम मुझे भी बुरा लग रहा है उसके लिए, वो और आईजी के लिए, बट फिर भी ये भी सही बोल रहे हैं। അതുകൊണ്ട് നമുക്കിത് സൗകര്യപൂർവ്വം മറക്കാം. भूल जाओ इंसिडेंट को, चलो अभी शांति। ജോർജ് കുട്ടി ആ ബോഡി എന്നാ മാറ്റിയത്? हाँ बॉडी कहाँ डिस्पोज की है? കാർ മാറ്റിയിട്ട് വന്ന ഞായറാഴ്ച രാത്രി. എങ്ങോട്ടാ മാറ്റിയത്? ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാളറിയില്ല. अच्छा അത് എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതിലാണ് നിങ്ങളുടെ സുരക്ഷ. बोला नहीं है उसको। वो लड़की, छोटी लड़की ने देख लिया था ना। ജോർജ് കുട്ടി വിശ്വസിച്ചിരുന്നു. സത്യത്തിൽ ഇവിടെയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ പിടിച്ചുപോയത്. നിങ്ങൾ 3 പേരും ഇത്രയും പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനുമോൾക്ക് അല്പം കൂടി മുൻപ് പറയാമായിരുന്നു. പവർ वापस से आई पुलिस। ഞാൻ കാരണം നിങ്ങൾ ഒത്തിരി അനുഭവിച്ചു. എന്താ ഇത് ജോർജ് കുട്ടി? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് एक्चुअली सेफ के बोले वापस से आ गई पुलिस। എന്താ സാറേ ആ പാവത്തിനെ വീണ്ടും കൊണ്ടിരിക്കുകയാണോ? എന്താ സാർ ഇവിടെ? ഞങ്ങൾ ജോർജ് കുട്ടി ഒന്ന് കാണാൻ വന്നത്. കോടതി നിരോധനം വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ സാർ? എന്താ ജോർജ് കുട്ടി ചേട്ടാ പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. ചേട്ടാ അത് ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. अच्छा ഒന്നുമില്ലാതെ മകനെ ഓർത്ത് പിടയുന്ന ഒരു അമ്മ മാത്രമാണെന്ന് ഗീത. മക്കളുണ്ടാവില്ല എന്ന് കരുതി ജീവിച്ച ഞങ്ങൾക്ക് ഒരു മകനെ കിട്ടിയപ്പോ അവൻ അമിതമായി ലാളിച്ചതിന്റെ കുറ്റബോധം വരെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നു. कुछ ज्यादा ही पैम्पर किया था। തുറന്ന മനസ്സോടെ ചിന്തിച്ചപ്പോ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ മകൻ എന്തു തന്നെ സംഭവിച്ചാലും അതിന്റെ കാരണക്കാര് അവനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കാതെ പോയ ഞങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് ഈ കൂടിക്കാഴ്ച. അറിഞ്ഞും അറിയാതെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ये अच्छा है उसका हस्बैंड, बट अभी सिचुएशन ही ऐसी है ना कि कुछ बोल नहीं सकते ना यार। വരുൺ എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളും ഒക്കെ അവന്റെ ശബ്ദമായിട്ട് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിന്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാവാത്തോണ്ട് ചോദിച്ചു പോവാ. ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ?
अभी इनको भी पता चल गया ना उनका बेटा कैसा था। നിങ്ങൾക്ക് वो वही बोल रहे हैं। ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. ഉം? ഉം. വാ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. इनडायरेक्टली थोड़ा बहुत तो बोल दिया है। എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. वो भी इनडायरेक्टली उसने भी सॉरी बोल दिया ना। वो ये पहला सीन याद है? यस यस। സാർ ഞാൻ ക്വാർട്ടേഴ്സിൽ ബാഗ് വെച്ചിട്ട് വരാം. സാർ, ഇതാണ് ജോർജ് കുട്ടി. അറിയാം, ടിവിയിലും പത്രത്തിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഒപ്പട് ഇവിടെ പോലീസുകാരെ വിഡ്ഢികളാക്കി എന്റെ അഹങ്കാരം ഉണ്ടെന്ന് അറിയാം. तो बॉडी तो हम लोग ढूंढ के रह गए 2 साल या 3 ഞാൻ साल। ഒരിക്കലും പോലീസുകാരെ വിഡ്ഢികളായി കണ്ടിട്ടില്ല. മറിച്ച് ജനങ്ങളുടെ സംരക്ഷകരായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാറും ഈ പോലീസ് സ്റ്റേഷനും എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ओके। ओ उसने पुलिस स्टेशन में बॉडी छुपाई है। याद है जब पुलिस स्टेशन तभी बन ही रहा था। हाँ, वो देखो ना रिफ्लेक्शन था। वो देखो रात के समय पे छुपाई है। अब कहाँ ढूंढेंगे? ഇന്നോട്ട് വാർക്കയുടെ തട്ട് വിളിക്കാൻ തുടങ്ങുക. തിങ്കളാഴ്ച മുതൽ പോലീസ് സ്റ്റേഷനിലെ തലയുടെ പണി തുടങ്ങണം. बाबा पूरा चेंज कर दिया। हाय जी तो जोसेफ फ्लेम। पूरा चेंज हो गया यार। लाइक आई वाज नॉट इवन एक्सपेक्टिंग दैट, क्योंकि सब पूछ रहे हैं ना बॉडी की जगह। बॉडी मिला होता तो पता चलता ना कि क्या हुआ है क्या नहीं हुआ है। अगर पुलिस स्टेशन में बॉडी छुपाना मतलब तभी ये बन रहा था ना पुलिस तभी वो स्टेशन। नया नया बन रहा था तो किसी को भी पता नहीं चलेगा। वरना क्या लोगों को पता चल जाएगा ना कि ये चीज वो बच्ची ने वही देखा था ना कि कुछ दफनाया है। दफनाया है। बड़े कुत्ते की लाश थी। भगवान कुत्ता था या क्या था? एनिमल था कोई तो।
बट बहुत अभी सॉलिड दिमाग। सॉलिड दिमाग, अभी आप थोड़ा और दिमाग लगाओ क्योंकि इसका पार्ट 2 भी है। अब पार्ट 2 में क्या होगा देखते हैं। क्योंकि उससे बोला ना, वो पुलिस वाला बोल भी रहा है ना हाँ, कि 2-3 2-3 साल लगे तो लगे, हम लोग बॉडी निकाल देंगे। निकाल के तो अभी रहेंगे। ये पार्ट 2 में क्या होगा। और अभी एक ताज्जुब के बाद यही मंथ में पार्ट 3 आ रहा है और पार्ट 3 लास्ट आ रहा है। तो अभी वो सोचो पार्ट 2 में क्या होगा। देखते हैं, वो तो देखना ही पड़ेगा। हाँ ना, पार्ट 3 के लिए देखना पड़ेगा बाबा। तो गाइस हम लोग ऐसे ही देखते रहेंगे, बस आप लोग को सब्सक्राइब करना है, शेयर करना है, लाइक करना है और हमारी चैनल को सपोर्ट करना है। हाँ और कमेंट भी करना है। तो तब तक के लिए टेक केयर, बाय बाय।